ഹലോ, ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും അറിയുകയാണ്. ശ്രുതിയുടെ യഥാർത്ഥ അമ്മാവൻ മലേഷ്യയിലില്ലെന്നും ഇപ്പോൾ അമ്മാവനെന്ന് പറയുന്ന ആൾ ഇറച്ചിവെട്ടുകാരനാണെന്നും അയാളുടെ പേര് ബീരാൻ എന്നറിയപ്പെടുന്ന ജയരാജ് ആണെന്നുമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യമാകുന്നുണ്ട്. ചന്ദ്രമതി അങ്ങനെ ശ്രുതിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ നേരെ ഭാമയുടെ അടുത്തോടാണ് പോകുന്നത്. ഭാമയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അവൾ വെറും നുണച്ചിയാണ്. ഇനി എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല. അവൾ തിരിച്ചും വീട്ടിലോട്ട് വന്നാൽ എനിക്ക് അവളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാമയുടെ അടുത്ത് ഇരിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ നേരെ മീരയുടെ അടുത്തോട്ടാണ് പോകുന്നത്. മീരയോട് പോയിട്ട് കരഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മീരയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ സത്യങ്ങൾ എപ്പോഴായാലെങ്കിലും വെളിച്ചത്താവില്ലേ, ഇത് ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും നുണയൊന്നും ഒരിക്കലും ഒരു കാലത്ത് നിലനിൽക്കാൻ പോകുന്നില്ല ശ്രുതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ വിഷമത്തിലാകുകയാണ്. ശ്രുതി പോയിട്ട് ബാറിൽ പോയി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ട്രാഫിക് പോലീസിനോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ട്രാഫിക് പോലീസ് ആണെങ്കിൽ നേരെ സുധീനെയും കൂട്ടി പോലീസ് സ്റ്റേഷനോട് എത്തുന്നുണ്ട്. പിന്നീട് വീട്ടിലോട്ട് വിളിച്ചു പറയുകയും അങ്ങനെ രവീന്ദ്രനും സച്ചിയും കൂടി വന്നിട്ട് ശ്രുതിയെ അവിടുന്ന് റിലീസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി വീട്ടിലെത്തി കഴിയുമ്പോൾ എല്ലാവരോടും വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ സച്ചിയാണെ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, നിന്റെ ഭാര്യയല്ലേ തെറ്റ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ശ്രുതിയാണെങ്കിൽ ആരോടും മിണ്ടാതെ റൂമിൽ കയറി കതകടിച്ച് ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നീടാണെങ്കിലും സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ഈ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാണ്, ആരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. വീട്ടിലുള്ളവരെല്ലാം പല വഴിക്കായി. ഇതിന് എന്തായാലും ഒരു പരിഹാരം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛനോട് എന്തായാലും മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാം. മുത്തശ്ശി വന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് സച്ചിയാണെങ്കിൽ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് മുത്തശ്ശിയെ അച്ഛൻ വേഗം കൂട്ടിക്കൊണ്ട് വാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രവീന്ദ്രനാണെങ്കിൽ മുത്തശ്ശിയെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നീട് സച്ചിയാണെങ്കിൽ ശ്രുതി എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ റൂമിന് തട്ടുമ്പോൾ കഥ തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ റൂമിനുള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇത് രേവതിയോട് വന്ന് പറയുന്നുമുണ്ട്, ശ്രുതി ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്, ശ്രുതി പുറത്ത് പോയെന്നാണ് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ രേവതി ടെൻഷൻ ആവുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യോ ആവോ, അദ്ദേഹം ആകെ ടെൻഷനിലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, കുറച്ച് ടെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുകയാണ്. പിന്നീട് സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, ഈ സമയമാണ് നമുക്ക് പറ്റിയ സമയം, നമുക്ക് അവരുടെ റൂം ഒന്ന് ചെക്ക് ചെയ്യണം. പാർലേട്ടത്തിനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, അതിലെന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരുടെ റൂമൊക്കെ നോക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരു മോശവും ഇല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും അലമാരയൊക്കെ തപ്പുകയാണ്. അങ്ങനെ അലമാര തപ്പുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഷോർട്ട്സും ബനിയനും കിട്ടുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് നോക്കിക്കേ, ഇത് ആരുടെയാണ്, ഇത് ഏതോ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതാണല്ലോ, ഇത് ഇവിടെ എന്താ ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇതിൻ്റെ എന്താവശ്യമാണ് ഇവിടെയുള്ളത്, ഇനി ചിലപ്പോൾ ശ്രുതി ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതായിരിക്കും, ഒന്നും എടുക്കാതെയാണല്ലോ ഇവിടുന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്താണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നത്. അപ്പോഴേക്കും അവർ സാധനങ്ങളെല്ലാം എടുത്ത് ആ റൂമിൽ നിന്ന് പുറത്ത് വളരെ ടെൻഷനോടെ തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ ഡോറ് തുറന്നു നോക്കുമ്പോൾ ശ്രുതിനെയാണ് കാണുന്നത്. ശ്രുതി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇത്ര നേരം ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എവിടെ പോയതായിരുന്നു, നിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം തപ്പി, നീ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, ഞാൻ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയതാണ്, എനിക്കാരും ഇവിടെ ഫുഡ് വെച്ച് തരില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതിനെ ഒന്ന് നോക്കിയാണ്. രേവതിയാണ് അത് മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രവീന്ദ്രനാണെങ്കിൽ മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. മുത്തശ്ശിയെ കാണുമ്പോഴേക്കും സച്ചി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും രേവതിയാണെങ്കിലും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി വന്നല്ലോ, ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം, എന്തിന് ഇത്രയും വലിയ പ്രശ്നമാക്കിയത്, ശ്രുതി എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വന്ന് മുത്തശ്ശി വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ വന്നു, നീ എന്താ നിൻ്റെ ഭാര്യയോട് ചെയ്തത്, നിൻ്റെ ഭാര്യനെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവളല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നുമല്ലെങ്കിലും അവളെ അങ്ങനെ പുറത്താക്കിയത് ശരിയാണോ, നീ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ, അവൾ എവിടെ പോയെന്ന് ആർക്കറിയാം, വല്ല മനോവിഷമത്തിലും എന്തെങ്കിലും ചെയ്താൽ നീ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ ശ്രുതി, നീ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്.
ശ്രുതിയോടാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തായാലും ശ്രുതിയെ വിളിക്കേ. അവൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണ്ടേ. അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിലോ. അതുകൊണ്ട് നീ അവളെ വിളിക്കുക, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അല്ലാതെ അവളെ നമുക്കങ്ങനെ അടിച്ച് പുറത്താക്കാൻ പറ്റില്ലല്ലോ, അവൾ ഇവിടുത്തെ മരുമകൾ അല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വിളിക്കില്ല, അമ്മയാണ് പുറത്താക്കിയത്, അമ്മ തന്നെ വിളിക്കട്ടെ, ഞാനായിട്ട് വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ ഭാര്യയാണോ ശ്രുതി? നിന്റെ ഭാര്യയല്ലേ, അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആൾ നീയല്ലേ. അവൾ എന്ത് തെറ്റ് ചെയ്താലും അത് തിരുത്തി കൊടുക്കേണ്ട ആൾ നീയല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്ക്, നീ അവളെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മുത്തശ്ശിയുടെ വാക്ക് കേട്ട് ശ്രുതിയെ ഫോൺ ചെയ്യുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഫോൺ കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അത് എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് മീര ചോദിക്കുന്നുണ്ട്, നീയല്ലേ ശ്രുതി ഒരുപാട് വിളിക്കാൻ ആഗ്രഹിച്ചേ, എന്നിട്ടും ശ്രുതി ഇങ്ങനെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് എടുക്കാറായില്ല, കുറച്ച് കഴിയട്ടെ, അങ്ങനെ വിളിച്ച പാടെ എടുത്താൽ ശരിയാകില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതി ഫോൺ വിളിച്ചിട്ട് ആ കോള് കട്ടാകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയേ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഫോൺ കട്ടായി, അവൾ അത് എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കണക്കാന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്നുകൂടി വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടി വിളിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാനാണ് ശ്രുതിയാണ്, നീ എന്തായാലും വീട്ടിലോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷനല്ല, എനിക്കൊരു റിക്വസ്റ്റാണ്. എന്നെ അവിടെ വന്നാൽ ആരും തല്ലരുത്, നിനക്ക് തല്ലാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷേ ആ വീട്ടിലെ വേറെ ആർക്കും എന്നെ തല്ലാനോ എന്നെ ഉപദ്രവിക്കാനോ ഒരു അവകാശവും അധികാരവും ഇല്ല. അത് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. ആ ശ്രുതി, ആ ശരി, എല്ലാം സമ്മതമാണ്, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ ഫോൺ വെക്കുക കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ രവീന്ദ്രനോട് പറയുന്നുണ്ട്, നീ ആ ചന്ദ്രമതിയെ ഫോൺ വിളിക്കുക, അവളെ ഒരാവശ്യഘട്ടത്തിൽ ഇവിടെ വേണ്ട ആളല്ലേ, അവളല്ലേ ഈ വീട്ടിലെ മൂത്തയാൾ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആൾ അവളല്ലേ, അവൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇത് ശരിയാണോ, നീ അവളെ എന്തായാലും വിളിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതിയോട്, നീ എവിടെയാണ്, നീ ഭാമയുടെ അടുത്തല്ലേ നിൽക്കും. അതെ, എനിക്ക് ഇച്ചിരി മനസ്സമാധാനം കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ശ്രുതിയുടെ മോന്ത കാണേണ്ടി വരും. രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പ്രശ്നം നടന്ന ആരെങ്കിലും ഇവിടെ വേണ്ടേ, അതുകൊണ്ടാണ് അമ്മേനെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് പറയുകയാണ്. എല്ലാം സച്ചിയുടെ തീരുമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഈ സമയത്ത് ശ്രുതിയും അവിടെ എത്തിച്ചേരുന്നുണ്ട്. ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ഒരുമിച്ചാട്ടോ അവിടെ എത്തുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇനി പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി, അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ എത്തിയിരിക്കുന്നത്, അവരെല്ലാം പറഞ്ഞു തീർത്തെന്നാണ് തോന്നുന്നത്, ഇനി മുത്തശ്ശിയുടെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ ഇവളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നോ, അത് ഒരിക്കലും നടക്കില്ല, ഇവൾ വെറും നുണച്ചിയാണ്, ഇവളെ ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നേരെ വീട്ടിലോട്ട് കയറുകയാണ്. ശ്രുതിയാണെങ്കിൽ ആരും വിളിക്കാത്തതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നിന്റെ ഭാര്യയല്ലേ, നീ വിളിക്കുന്നു പറയുമ്പോൾ ശ്രുതി ചന്ദ്രമതിയെ നോക്കുകയാണ്. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുന്ന കാണുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ ഭാര്യയല്ലേ, നീയല്ലേ വിളിക്കേണ്ടത്, നീ എന്തിനാ അമ്മയെ നോക്കുന്നേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി വിളിക്കുന്ന കേട്ടില്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഉള്ളിലോട്ട് കയറി വരികയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളെ എന്തിനാ ഇവിടെ വിളിച്ച് കയറ്റിയേ, ഈ നുണ പറയുന്നവൾ ഇവിടെ വരേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കുക ചന്ദ്രൻ, നീ ചെയ്തതും വലിയ തെറ്റല്ലേ, നീ ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കേണ്ട സമയത്ത് നീ അങ്ങ് പോയി, അതൊക്കെ ചെയ്തത് നീ വലിയ തെറ്റാണ്, നീ അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയോടാണെങ്കിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നീ അവൾക്കൊരു 2 എണ്ണം പൊട്ടിക്ക്, അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, നീ അവൾക്കൊരു 2 എണ്ണം പൊട്ടിക്കുക, എന്നാലേ എൻ്റെ കയ്യിലെ തരിപ്പ് തീരുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ പൊട്ടിച്ചാലും അടിച്ചാലും നിൻ്റെ പ്രശ്നങ്ങൾ തീരുമോ, എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ലേ കാണണ്ടേ എന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ ശരി, ഞാൻ തന്നെ അവൾക്ക് പൊട്ടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ പൊതിരെ തല്ലുകയാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആൻറ്റി പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ആ കിടന്നാലും സാരമില്ല, എനിക്ക് ഇവളെ കാണണ്ട എന്ന് പറയുകയാണ്. ശ്രുതിയെ പൊതിരെ തല്ലുന്ന കാണുന്ന ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി ശ്രുതിയെ നോക്കിയാണ്. നേരം ശ്രുതി പറയുന്നുണ്ട്, അതേ അമ്മേ, അമ്മയോട് നിർത്താനല്ലേ പറഞ്ഞത്, അമ്മ തല്ലുകയാണെങ്കിൽ എന്നെയും കൂടി തല്ലണം, എനിക്ക് ഈ സത്യങ്ങളെല്ലാം നേരത്തെ അറിയായിരുന്നു, ശ്രുതി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുകയാട്ടോ.
രവീന്ദ്രനാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, അപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നോ, നീയും കൂടെ ചേർന്നാണോ ഞങ്ങളെ ചതിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇതൊക്കെ ഇവൻ വെറുതെ പറയുന്ന, പാർലറായിട്ടത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ പറയുന്നതാ, ഇപ്പോഴാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല അച്ഛാ, എനിക്ക് കാര്യങ്ങളെല്ലാം നേരത്തെ അറിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ശ്രുതിനെ തല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീയും കൂടി എന്നെ പറ്റിച്ചല്ലേ എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത് വലിയ പ്രശ്നമാകുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരെയും നോക്കിയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ഇത്രയും വലിയ നുണകളൊക്കെ നീ എന്തിനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ വലിയൊരു കഥ പറയുന്നുണ്ട്. എനിക്ക് സുധിയെ ഒരുപാട് ഇഷ്ടമാണ്, ആ സുധിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷയും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയൊക്കെ മലേഷ്യയിലല്ലേ, നീ മലേഷ്യയിലല്ലേ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് അച്ഛനില്ല, അച്ഛൻ വേറെ ഒരു കല്യാണം കഴിച്ചു പോയി, അമ്മയുണ്ടായിരുന്നു, അച്ഛൻ കല്യാണം കഴിച്ച വിഷമത്തിൽ അമ്മ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തു, പിന്നെ എനിക്ക് ആരുമില്ലാതെയായി. അങ്ങനെ ഞാൻ ജനിച്ചതൊക്കെ കോടീശ്വര കുടുംബത്തിൽ തന്നെയാണ്, പിന്നെ അച്ഛൻ്റെ അടുത്തോട്ട് എനിക്ക് പോകാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നീട് ഞാൻ സ്വന്തമായി ജോലിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അപ്പോൾ നീയും രേവതിയെ പോലെ ഒന്നുമില്ലാത്തവളാണല്ലേ, ഞാൻ എന്തൊക്കെയോ ഉണ്ടെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ അത്യാർത്ഥി കാരണമാണ് ഇതൊക്കെ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എന്തിനാണ് ഇത്ര വലിയ നുണ പറഞ്ഞത് എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് സുധീനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, സുധിയെ ഞാൻ വളരെയേറെ മുമ്പ് തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അങ്ങനെ സുധിയെ കല്യാണം കഴിക്കണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഈ സമയത്താണ് ഭാമാൻ്റിയുടെ അടുത്ത് ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടി പോയത്, അപ്പോഴാണ് സുധിയുടെ അമ്മയെ ഞാൻ അവിടെ വെച്ച് കാണുന്നത്. അമ്മയുടെ വർത്തമാനത്തിൽ അമ്മ ഒരു കോടീശ്വരി മകളെ കൊണ്ട് മാത്രമേ സുധിയെ കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നുമില്ലാത്ത എന്നെ സുധിക്ക് ഒരിക്കലും കെട്ടിച്ചു കൊടുക്കില്ലെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ നുണകളെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് കല്യാണത്തിന് ശേഷമെങ്കിലും ഈ സത്യങ്ങളെല്ലാം പറയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, കല്യാണത്തിന് ശേഷവും ഞാൻ ഒരുപാട് സമയം ആലോചിച്ചതാണ് ഈ സത്യങ്ങളെല്ലാം പറയണമെന്ന്, പക്ഷേ എനിക്ക് പറയാൻ പേടിയായിരുന്നു. കാരണം എപ്പോഴും അമ്മ ചോദിക്കുന്നത്, അച്ഛൻ എപ്പോഴാണ് വരുന്നത്, അച്ഛനെ മകളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ, അച്ഛൻ വേഗം ഇങ്ങോട്ട് വരില്ലേ, അച്ഛൻ എത്ര കോടി സ്വത്തുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഒന്നുമില്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീരുടെ അടുത്തുനിന്ന് ഞാൻ പോകേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത്. കാരണം സുധിയെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സുധിയെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്കൊരിക്കലും അവനെ വിട്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ശ്രുതിക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ കിട്ടും, അതുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെ പറയരുത്, കല്യാണത്തിന് മുമ്പുള്ള ശ്രുതി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം, അവന് പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ലായിരുന്നു, പിന്നെ ചെയ്യുന്ന ജോലിയൊന്നും അവൻ കൃത്യമായിട്ട് ചെയ്തിരുന്നില്ല, അവൻ്റെ പഠിപ്പിനനുസരിച്ച് ഒരു ജോലിയും കിട്ടിയിരുന്നുമില്ല. കല്യാണത്തിന് ശേഷമാണ് ശ്രുതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്, ശ്രുതിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആകാൻ കഴിഞ്ഞു, അതെല്ലാം ഞാൻ കാരണമല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ബിസിനസ്മാനായി പുതിയ ഷോപ്പൊക്കെ തുടങ്ങി, അത് അതിൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരുടെ പൈസ കൊണ്ടാണേലും ഞാൻ കാരണമല്ലേ ഇതൊക്കെ സാധിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പം ഏട്ടത്തിക്ക് ഇത്രയും പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടി, ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ, അതെൻ്റെ ബ്യൂട്ടി പാർലർ വിറ്റു, അങ്ങനെയാണ് എനിക്ക് പൈസ കിട്ടിയത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി വല്ലാതെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി വല്ലാതെ ശ്രുതിയോട് ചൂടാകുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത്, എല്ലാം നിൻ്റെ തന്നിഷ്ടത്തിന് ചെയ്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു, ശ്രുതി ബ്യൂട്ടി പാർലർ വിറ്റെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഈ കാര്യം അറിഞ്ഞെന്ന് പറയുമ്പോൾ, സച്ചി എന്നോട് ഇത് വന്ന് പറഞ്ഞു, സച്ചിയോടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരോടും പറയരുതെന്ന്, അതുകൊണ്ട് സച്ചി ഇവിടെ ആരോടും പറഞ്ഞില്ല, ഞാനും ആരോടും പറഞ്ഞില്ല, കാരണം ശ്രുതിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടാകുമെന്ന് കരുതി, അതുകൊണ്ട് ശ്രുതിയായിട്ട് തന്നെ ഇവിടെ പറയട്ടെ എന്ന് കരുതി എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ രവീന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങളും എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് കരുതിയാണ് എൻ്റെ മോൻ അതെല്ലാം മറച്ചു വെച്ചത്, നീ അത് വലിയ പ്രശ്നമാക്കി എടുക്കണ്ട, ഇനി ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, അത് തീർക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും സത്യം നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു, ഇനിയൊന്നും പറയാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്കിനി ഒരു സത്യവും പറയാനില്ല, നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ നിനക്ക് ഈ വീട്ടിലോട്ട് കയറാം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.